ഇങ്ങനൊരു മൂവി എക്സ്പെക്ട് ചെയ്തു, ഇങ്ങനൊരു ക്യാരക്ടർ നായകനെയാണോ വില്ലനെയാണോ കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്? താങ്ക് യു. I wanted high octane cinema, high action thriller. ആക്ഷൻ എന്റർടൈനർ എന്താ പറയാ, ഇപ്പം ഓണത്തിന് അങ്ങനെ ഒരു പടമില്ലല്ലോ. ആക്ഷൻ എന്റർടൈനർ, പിന്നെ അതിൻ്റെ റൊമാൻസും ഒക്കെ തന്നെ ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്ന ഒരു പടം. പിന്നെ ശിവകാർത്തികേയനും വിദ്യുത് ജമാനും അവരുടെ ഒരു ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴേക്കും വേറെ ലെവൽ തന്നെ പടം ഈക്വലി ആയിട്ടുണ്ട്. പിന്നെ AR മുരുകദാസ് സാറിൻ്റെ ഒരു കിടിലൻ കംബാക്ക് തന്നെ. ആക്ഷനാണ് കൂടുതൽ പ്രാമുഖ്യം, അതിൻ്റെ ഇടയിൽ ഇമോഷൻസും ലവും ഒക്കെ തന്നെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ആക്ഷൻ പടങ്ങളും ഇമോഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു എന്റർടൈനർ, കളർഫുൾ എന്റർടൈനർ ആയിട്ട് സിനിമയോട് മെസ്സേജും ഉണ്ട്, നല്ലൊരു മെസ്സേജും ഉണ്ട്. ഓരോ ഇന്റർവെൽ പഞ്ചായിരുന്നാലും ക്ലൈമാക്സിലായിരുന്നാലും എല്ലാവരും പ്രേക്ഷകനെ പ്രസിപ്പിക്കുന്ന, ഇൻട്രസ്റ്റ് ആക്കുന്ന ഒരു പടം തന്നെയാണ്. മുരുകദാസിന്റെ നല്ലൊരു ചിത്രം തന്നെ പറയാം. ശിവകാർത്തികേയനും അതുപോലെ നമ്മുടെ സ്വന്തം ബിജു മേനോനും അതേപോലെ എല്ലാവരും ചേർന്നൊരു നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഈ തിരുവോണ ദിനത്തിൽ കുടുംബമൊത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. നല്ല അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളി വില്ലനാ അതിന് നായകനേതാ വില്ലനേതാന്ന് അറിയാത്ത മാതിരിയാണ്. അമ്മാരി സാധനം, ഒരു രക്ഷയില്ല. ശിവകാർത്തികേയൻ എങ്ങനത്തെ ഒരു പടം കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞാലേ നമ്മുടെ ഇഷ്ടപ്പെട്ടോ? എന്താ പറയാനുള്ളത്?